വയനാട്ടിലെ പ്രതിഷേധങ്ങൾ സ്വാഭാവികമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. താൻ വയനാട്ടിൽ പോയില്ല എന്നുള്ളത് ആരോപണമല്ല, വസ്തുതയാണെന്ന് മന്ത്രി. കാര്യങ്ങൾ ചെയ്യാൻ വയനാട്ടിൽ പോകേണ്ടതില്ലെന്നും ജനക്കൂട്ടത്തോട് സംസാരിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാകില്ലെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയും വനം മന്ത്രിയും തമ്മിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ദിഷ്ന ചേരുകയാണ്. ദിഷ്ന, വനം മന്ത്രി ഇത്തരത്തിലാണ് പ്രതികരണം നടത്തിയത്. മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു, ഉടൻ വയനാട്ടിൽ പോകും, പ്രശ്നപരിഹാരത്തിൽ ഇടപെടും എന്നുള്ള ഒരു വിശദീകരണം തന്നെയാണോ അദ്ദേഹം നൽകിയത്? തീർച്ചയായും KP, മുഖ്യമന്ത്രിയും വനം മന്ത്രിയുമായി ഇന്ന് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ മുഖാമുഖ പരിപാടിക്ക് മുന്നോടിയായി ഇവർ ഈ വിഷയങ്ങളൊക്കെ തന്നെയും ചർച്ച നടത്തുകയുണ്ടായി. ഈ ചർച്ചയിൽ മുഖ്യമന്ത്രി എല്ലാവിധ സാമ്പത്തിക സഹായവും ഉറപ്പുവരുത്തി എന്നൊരു കാര്യമാണ് വനമന്ത്രി ജനം ടിവിയോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് ഉടൻ തന്നെ വയനാട് സന്ദർശിക്കുമെന്നാണ് പറയുന്നത്. 20-ാം തീയതി മന്ത്രിതല സംഘം വയനാട്ടിൽ പോകുന്നുണ്ട് എന്നൊരു കാര്യമാണ് വനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്, എന്നാൽ അത് അക്രമാസക്തമാകുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രശ്നങ്ങൾ സങ്കീർണമാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെന്തായാലും പരിശോധിക്കുമെന്നൊരു കാര്യവും കൂടി ഇപ്പോൾ എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്തത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് പോലും വയനാട് സന്ദർശിക്കാത്തത് എന്ന ചോദ്യത്തിന് പ്രധാനമായും മന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ പോയിട്ട് തന്നെ പ്രശ്നം ഏകോപിപ്പിക്കണമെന്നില്ലല്ലോ, താൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഉടൻ തന്നെ ആനയുടെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ വെടിവെക്കുവാനുള്ള സംവിധാനം ഒക്കെ തന്നെയും ഒരുക്കി കഴിഞ്ഞു. എന്തായാലും എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും സജ്ജീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സഹായവും ഉണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. KP, ഒപ്പം ഈ എല്ലാ സാമ്പത്തിക സഹായവും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം 20-ന് മന്ത്രിതല സംഘം വയനാട് സന്ദർശിക്കുമെന്നുള്ള വിശദാംശങ്ങൾ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയാണല്ലേ. പക്ഷേ അതേസമയം തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും ആവശ്യപ്പെടുന്നത് വനമന്ത്രിയുടെ സാന്നിധ്യമാണ്. കൂടാതെ വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് എ.കെ. ശശീന്ദ്രൻ. എന്നിട്ടും അവിടെ പോകാത്ത തൻ്റെ സമീപനത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴും മന്ത്രി ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായും. എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഇതുവരെ സന്ദർശനം നടത്താത്തത് എന്നൊരു ചോദ്യത്തിനാണ് മന്ത്രി ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞത്. താൻ വയനാട്ടിൽ പോയില്ല എന്നുള്ളത് ആരോപണമല്ല, അതൊരു വസ്തുത തന്നെയാണ്. കാര്യങ്ങൾ ചെയ്യാൻ താൻ വയനാട്ടിൽ പോകേണ്ടതില്ലല്ലോ, കാര്യങ്ങൾ തനിക്ക് ഇവിടെ നിന്ന് ഏകോപിപ്പിക്കാവുന്നതാണ് എന്ന തരത്തിലുള്ള ഒരു ന്യായീകരണം തന്നെയാണ് വനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വനമന്ത്രി വ്യക്തമാക്കുന്നത് പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്, അത്തരത്തിൽ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷേ അത് അക്രമാസക്തമാവുന്നത് ഭീതി പരത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാണ് വനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരിക്കുന്നത്. വയനാട്ടിൽ പോകാത്ത കാര്യത്തെ തീർച്ചയായും വിശദീകരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുകയാണ് വനമന്ത്രി ചെയ്തിട്ടുള്ളത്. എന്തായാലും 20-ന് മന്ത്രിതല സംഘം വയനാട്ടിൽ പോകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി എല്ലാവിധ സാമ്പത്തിക സഹായവും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊരു കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വനമന്ത്രി ജനം ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. KP, യെസ്, ദിസ്നിയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.